Hello everyone, welcome to Amaze Academy. Get ready to be amazed. നമ്മൾ ഇന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിൽ നിന്ന്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം പഠിക്കാം. An open cubical tank of 2 meter side is filled with water. If the tank is moved with an acceleration such that half of the water spills out, then the acceleration is equal to g/3, g/2, 2g/3g എന്നിങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചോദ്യം വന്നിരിക്കുന്നത് ലിക്വിഡ്സ് ഇൻ റിലേറ്റീവ് ഇക്വിലിബ്രിയം എന്നുള്ള നമ്മുടെ പോർഷനിൽ നിന്നാണ്. റിലേറ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടാങ്കർ ലോറി മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ ടാങ്കർ ലോറിയിൽ ഒരുപാട് പെട്രോളോ എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആ ടാങ്കർ ലോറി മൂവിങ് ആണ്, പുറമേ നിൽക്കുന്ന ഒരാൾക്ക് ആ ടാങ്കർ ലോറിയോടൊപ്പം വെള്ളവും മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നുണ്ടാവുക. പക്ഷെ ആ ടാങ്കർ ലോറിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലോറിയിലുള്ള ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ആ ലിക്വിഡ് എന്താണ്? സ്റ്റാറ്റിക് ആയിട്ടുള്ള ലിക്വിഡ് ആണ്, അല്ലെ, അനങ്ങാതിരിക്കുകയാണ്. ആ ലിക്വിഡ് ആ ലോറിയുടെ ഉള്ളിൽ അനങ്ങാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാറ്റിക്സിന്റെ ലോസ് എന്താണ് അതെല്ലാം നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. സപ്പോസ് നിങ്ങളൊരു ടാങ്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, ആ ടാങ്കിൽ കുറച്ചൊരു ലെവൽ ഓഫ് വാട്ടർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ ടാങ്കിന് ഞാനൊരു ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സം കൈൻഡ് ഓഫ് ആക്സിലറേഷൻ എ ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിലുള്ള വാട്ടർ ലെവലിന് മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു മാറ്റമാണ്. ഒരു സൈഡിൽ ഉയർന്നു വരികയും മറ്റൊരു സൈഡിൽ താഴ്ന്നു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഈ ഒരു ആംഗിൾ തീറ്റയാണ് എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ജി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ജി. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ. അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ടാൻ തീറ്റ നെഗറ്റീവ് എ ബൈ ജി എന്നുള്ളത് നമുക്ക് കാണും. ഇറ്റ് ഡസന്റ് മാറ്റർ. നമുക്ക് ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എ ബൈ ജി എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കുക കേട്ടോ. അഗൈൻ ഇവിടെ നമുക്ക് ഒരു തുറന്നു വെച്ചിട്ടുള്ള ക്യൂബിക്കൽ ടാങ്ക് ആണ് തന്നിട്ടുള്ളത്. 2 മീറ്റർ സൈഡ് ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ആക്സിലറേഷൻ കൊടുത്തപ്പോൾ അതിലുള്ള പകുതി വെള്ളം പുറത്തു പോയി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം. വളരെ ലളിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. ഓക്കെ, നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് ഇത്തിരി കൺഫ്യൂസ്ഡ് ആകുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ടാങ്ക് മനസ്സിലേക്ക് കാണാം. ഓക്കെ, ടാങ്ക്. ഇത് ഓപ്പൺ ആണ്, ടോപ്പിൽ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ടോപ്പിൽ നമുക്ക് വാട്ടർ ലെവൽ ആയിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ് ദിസ് പോർഷൻ ബി വാട്ടർ ലെവൽ. ഇനീഷ്യൽ വാട്ടർ ലെവൽ നമുക്ക് ഇതായിട്ട് എടുക്കാം. നൗ നമ്മുടെ വാട്ടർ ലെവൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആക്സിലറേഷൻ എ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ആക്സിലറേഷൻ ഗ്രാവിറ്റി ജി തന്നെയാണെന്നുള്ള കാര്യം അവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നൗ ആക്സിലറേഷൻ. അപ്പോൾ നമ്മുടെ ഈ ടാങ്ക് ഫ്രണ്ടിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാങ്ക് ഫ്രണ്ടിലേക്ക് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ ലെവലിലും മാറ്റം വരും, അല്ലെ? അത് ആക്സലറേറ്റിംഗ് ഡിറക്ഷനിൽ നമുക്ക് പറയാം വെള്ളത്തിന്റെ ലെവൽ താഴ്ന്നു വരികയും മറ്റൊരു ഡിറക്ഷനിൽ മറ്റേ സൈഡിലുള്ള വെള്ളത്തിന്റെ സൈഡ് പൊന്തി വരികയും ചെയ്യും. ശരിയല്ലേ? അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സപ്പോസ് ഇവിടെ ഒരു ഇമാജിനറി വാൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വെള്ളം ദാ ഇങ്ങനെ നിന്നേനെ. ഓക്കെ, വെള്ളം ഇങ്ങനെ നിന്നേനെ എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെ ഉണ്ടായില്ല. അവിടെ സൈഡിൽ ഇമാജിനറി വാൾ ഇല്ലാത്തതുകൊണ്ട് വെള്ളം എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പൊ എത്ര ഭാഗം വെള്ളം പുറത്തേക്ക് പോയി? ഓക്കെ, സപ്പോസ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ ഡിപ്പ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അൺനോൺ ആയിട്ടുള്ള വാല്യൂ എച്ച് എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തത് എത്രയാണോ ആ ട്രയാങ്കിളിന്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ലെങ്ത് എന്താണോ, ലെങ്തോ വിഡ്ത്തോ എന്തായാലും കുഴപ്പമില്ല, ഇതിന്റെ ഈ ഒരു വിഡ്ത്ത് എന്താണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇതാ നമുക്ക് വോളിയം ഓഫ് വാട്ടർ സ്പിൽഡ് ഔട്ട് നമുക്ക് കിട്ടും. ശരിയല്ലേ? അതാണ് ഈ ഒരു
ട്രയാങ്കിളിന്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് നമുക്ക് കിട്ടുന്നു. ശരിയല്ലേ? അപ്പൊ നമുക്കൊന്ന് ഇനി കണ്ടുപിടിച്ച് നോക്കാം. ഇതിനാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ബേസിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സപ്പോസ് ഈ 2 മീറ്ററിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എച്ച് എന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഈ 2 മീറ്ററിനെ നമുക്ക് അവസാനം വാല്യൂ ഇട്ട് കൊടുത്താൽ മതിയോ. ഈ 2 മീറ്ററിന് പകരം ഞാൻ എന്ത് ചെയ്തു, എച്ച് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, വോളിയം ഓഫ് ക്യൂബ് എത്രയാണ്? വോളിയം ഓഫ് ക്യൂബ് നമുക്കറിയാം എച്ച് ക്യൂബ് ആണ് അല്ലെ. അപ്പോ വോളിയം ഓഫ് വാട്ടർ സ്പിൽഡ് ഔട്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ക്യൂബ് ആയിരുന്നുവെങ്കിൽ പകുതി വെള്ളമാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഹാഫ് ഇൻറ്റു എച്ച് ക്യൂബ് ആണ് നമ്മുടെ വാല്യൂ. ഓക്കെ, നൗ ഇനി നോക്കുക. ഇനി വോളിയം ഓഫ് വാട്ടർ സ്പിൽഡ് ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇതിന്റെ ബേസും എച്ച് തന്നെയാണ് അല്ലെ. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് എച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റു എച്ച്, അതായത് ഈ എച്ച് ആണ് നമുക്ക് ഈ 2 മീറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു, അഗെയിൻ എച്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നൗ നമുക്ക് നോക്കാം. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു എച്ച് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് ക്യൂബ് എന്ന് കിട്ടി. ഓർ വി വിൽ ഗെറ്റ് ഈ ഹാഫ് ക്യാൻസൽ ആയിപ്പോ എച്ച് സ്ക്വയർ എച്ച് ക്യൂബ് പോയിട്ട് ബാക്കി എച്ച് ഉണ്ടാവും. നമുക്ക് കിട്ടും എച്ച് ഈസ് ഈക്വൽ ടു എച്ച് നമുക്ക് കിട്ടി. ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു എച്ച് നമുക്ക് കിട്ടി. അപ്പോ ഇവിടെ ആക്ച്വലി അപ്പൊ വെള്ളം നിൽക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇവിടെ കുറച്ച് മായ്ക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആക്ച്വലി നമുക്ക് ഇപ്പൊ കിട്ടി ഈ വെള്ളം നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, നൗ ഇവിടെ നമുക്കൊരു ചെറിയൊരു ടാസ്ക് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ ആംഗിള് എന്തായാലും തീറ്റ ആണെന്ന് ഇപ്പൊ നമുക്ക് അറിയാലോ. ഓക്കെ, നമുക്ക് എന്ത് മനസ്സിലായി? ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ജി ആണെന്നും അറിയാം. ഇപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മളത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടം വരെ വരും അല്ലെ. ഇത് എങ്ങനെ വന്നു? അത് എച്ച് ബൈ എച്ച് ആണെന്ന് പറഞ്ഞു. പക്ഷെ എച്ച് ഈക്വൽ ടു എച്ച് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു എച്ച് ബൈ എച്ച്, അത് ക്യാൻസൽ ആയിട്ടപ്പോ എന്തായി? 1 ആയിട്ട് മാറി. ഓക്കെ, ഓർ വി ക്യാൻ റൈറ്റ് ദാറ്റ് എ ഈക്വൽ ടു ജി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എ ഈസ് ഈക്വൽ ടു ജി. സോ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, the eddy viscosity for turbulent flow is a function of temperature only, a physical property of the fluid, dependent on the flow, independent of the flow. ഇതില് നമുക്ക് ആദ്യം എന്താണ് ഒരു ലാമിനാർ ഫ്ലോ, അതുപോലെ എന്താണ് ടർബുലന്റ് ഫ്ലോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷ്വലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നിങ്ങളൊരു പൈപ്പ് ഇങ്ങനെ എടുക്കുക. ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഫ്ലോ അതൊരു ലാമിനാർ ഫ്ലോ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വേറൊരു പൈപ്പ് വെക്കുന്നു. ഓക്കെ, സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഫ്ലോ ഇങ്ങനെ ഈ ഡിറക്ഷനിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളൊരു സർട്ടൺ ലിക്വിഡ് ഇതിലേക്ക് ഇൻജക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ കുറച്ച് മഷി നമ്മൾ അതിലേക്ക് ഇൻജക്ട് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി എ കളർഡ് ലിക്വിഡ്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ഒരു തുള്ളി മഷി വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ എന്താ പറ്റുക? അത് ആകെ കലങ്ങി പോയിട്ട് ആ വെള്ളത്തിന് ആകെ കളർ മാറ്റുകയാണ് ചെയ്യുക അല്ലെ. പക്ഷെ ലാമിനാർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഡിസ്റ്റൻസിലേക്കെങ്കിലും ഈ ഒരു മഷി, ആ ഒരു ഡൈ എന്ന് പറയുന്നത് ഒരു തിൻ ഫിലിം ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷമേ അത് എന്താവുള്ളൂ, അതിന് പതിയെ സ്പ്രെഡ് ആയിട്ട് പോകും. ഓക്കെ, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാമിനാർ ഫ്ലോയില് വെള്ളത്തിന്റെ ലെയേഴ്സ് തമ്മിൽ, നമുക്കറിയാം വെള്ളം ലെയർ ബൈ ലെയർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. ആ ലെയേഴ്സ് തമ്മിലുള്ള ഇന്റർമിക്സിങ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്ലോ ആണ് നമുക്ക് ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ടർബുലന്റ് ഫ്ലോ. അപ്പൊ ഈ ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞ് ആകെ ഒഴുകി എന്താ പറയാ അങ്ങനെ പോകുന്ന ഒരു ഫ്ലോ ആണ് നമുക്ക് ടർബുലന്റ് ഫ്ലോ. അതായത് മഴ പെയ്തിട്ട് ഒരു നദിയിൽ ഉണ്ടാകുന്ന ഫ്ലോ ടർബുലന്റ് ഫ്ലോ ആണ്. സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, അവിടെ പാർട്ടിക്കിൾസ്, ഒരു വാട്ടർ പാർട്ടിക്കിൾസ്
അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഒരു സിഗ്സാഗ് മോഷനിലായിരിക്കും പോകുന്നുണ്ടാവും. ഓക്കെ, നൗ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എഡി വിസ്കോസിറ്റി ഫോർ ടർബുലന്റ് ഫ്ലോ ഇസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഷിയർ സ്ട്രെസ് ഇൻ ടർബുലന്റ് ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ ഒരു ഷിയർ ഇൻ ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ആണ്. ഇറ്റ്സ് mu into du by dy plus n into dv by dy, where the first term indicates fluid character. ഇത് ഫ്ലൂയിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എന്തായാലും ഓപ്ഷൻ ഡി അല്ല. കാരണം എന്താ, ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ നോക്കിയേ, ഇത് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഇക്വേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഫ്ലോയിന് എന്തായാലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ശരിയല്ലേ? കാരണം ഇവിടെ ഫ്ലോ ആൻഡ് ഫ്ലൂയിഡ് രണ്ട് ക്യാരക്ടർ വരുന്നതുകൊണ്ട് അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. നൗ ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ്, നമുക്ക് അതും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഫ്ലോ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്ന കാര്യമല്ല. സോ ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഫ്ലോ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഫ്ലോ. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ് അത് മാത്രമാണ്. ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഫ്ലോ. ഓക്കെ, flow at constant rate through a tapering pipe is steady flow, uniform flow. Actually, it's uniform flow. Okay, it's uniform flow. Unsteady flow, non-uniform flow. അതൊരു കോമ്പിനേഷൻ ആണ്. 1 and 2, 1 and 4, 2 and 3, 2 and 4 എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്കൊരു പൈപ്പ് സെക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പൈപ്പ് ഒരു യൂണിഫോംലി ടേപ്പറിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യൂണിഫോംലി ടേപ്പറിംഗ് മീൻസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ യൂണിഫോംലി ടേപ്പറിംഗ് സെക്ഷൻ. ഓക്കെ, ഇതിലൂടെ വെള്ളം ഒഴുകുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ അനാലിസിന് വേണ്ടിയിട്ട് രണ്ട് സെക്ഷൻസ് കൺസിഡർ ചെയ്യാണ്. സെക്ഷൻ 1 സെക്ഷൻ 2. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. ഓക്കെ, കാരണം ഇത് സെക്ഷൻ 1 ഇത് സെക്ഷൻ 2 ആണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടുത്തെ ഫ്ലോ വെലോസിറ്റി നിങ്ങൾ V1 ആണെന്ന് വിചാരിക്കുക, ഇവിടുത്തെ ഏരിയ A1 ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഫ്ലോ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കുക, ഇവിടുത്തെ ഏരിയ നിങ്ങൾ A2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ്സ് അസ്യൂം ഇറ്റ്സ് an incompressible flow. കാരണം it doesn't matter, നമുക്കത് ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിട്ട് തന്നെ വിചാരിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ ആസ് പെർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കറിയാം A1 V1 will be equal to A2 V2 എന്നറിയാം. ഓക്കെ, ആസ് A1 is greater than A2, definitely V2 will be greater than V1. Okay, as A1 is greater than A2, definitely V2 is greater than V1. കാരണം എന്നാലേ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ അതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾക്ക് അത് അറിയാം. ഓക്കെ, നൗ ഇവിടെ നോക്കുക കേട്ടോ, A1 ഉം A2 തന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കാര്യം മനസ്സിലായി, വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, പക്ഷെ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോ അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്ചാർജ് സെയിം ആണ് എന്നർത്ഥം. ഓക്കെ, ഡിസ്ചാർജ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ V1 എന്നുള്ള വെലോസിറ്റി ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, V2 എന്നുള്ള വെലോസിറ്റി ആ സെക്ഷനിൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വെള്ളത്തിന്റെ എമൗണ്ട് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഫ്ലോ അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ A1 കോൺസ്റ്റന്റ് ആണ്, A2 കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കണം, V1 ഉം കോൺസ്റ്റന്റ് ആയിരിക്കണം, V2 ഉം കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, സോ നമ്മുടെ ഫ്ലോ ഡെഫിനറ്റ്ലി എന്തല്ല, യൂണിഫോം ഫ്ലോ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്ലോ എന്തല്ല, യൂണിഫോം ഫ്ലോ അല്ല. കാരണം എന്താ, വിത്ത് റെസ്പെക്ട് ടു സ്പേസ് വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സ്പേസ് വെലോസിറ്റിക്ക് മാറ്റമുണ്ടെങ്കിൽ അതെന്തല്ല, യൂണിഫോം ഫ്ലോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം, ഓപ്ഷൻ സി സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം,
ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രൈക്ക് ഔട്ട്. ഇത് വളരെ പെട്ടെന്ന് എളുപ്പമായി പോയി, കാരണം എല്ലാത്തിലും 2 എന്നുള്ള ഓപ്ഷൻ കടന്നു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് 1 and 4 മാത്രമാണ്. അപ്പൊ സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ ആണെന്ന് മനസ്സിലായി. ഓക്കെ, എങ്കിലും ആ ഫ്ലോ എങ്ങനെയാണ് സ്റ്റഡി ആയതും എങ്ങനെയാണ് അൺസ്റ്റഡി ആവാതിരുന്നതും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റഡി ഫ്ലോയുടെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷന്റെ കണ്ടീഷൻ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ഡോ വി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്റ്റഡി ഫ്ലോയുടെ കണ്ടീഷൻ. ഓക്കെ, ഫോർ സ്റ്റഡി ഫ്ലോ ദിസ് ഈസ് അവർ കണ്ടീഷൻ. അത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്ലോ പാരാമീറ്റേഴ്സ് ഡോ വി ബൈ ഡോ ടി എന്ന് മാത്രം പറയാൻ പാടില്ല. ഫ്ലോ, പ്രഷർ, ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഓക്കെ, ഡെൻസിറ്റി, വാട്ടർ ഇറ്റ് മേ ബി. ഫ്ലോ പാരാമീറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ മാറ്റം വരാൻ പാടില്ല. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു V1 എന്ന് പറഞ്ഞ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, V2 എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അവിടെ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഇനി വിത്ത് റെസ്പെക്ട് ടു സ്പേസിന് മാറ്റം ഉണ്ടായി എന്നുള്ളത് സ്റ്റഡി ഫ്ലോ ആകാതിരിക്കുന്നില്ല. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, അതായത് സെക്ഷൻ 1.1ലും സെക്ഷൻ 2.2ലും കമ്പയർ ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. പക്ഷെ അങ്ങനെ മാറി എന്നുള്ളത് നമ്മുടെ സ്റ്റഡി ഫ്ലോയ്ക്ക് ഒരു പ്രശ്നകാരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ ഫ്ലോ ഡെഫിനറ്റ്ലി എന്താണ്, സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ ആണ് നമ്മുടെ കറന്റ് ഫ്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെലോസിറ്റി പൊട്ടൻഷ്യൽ സാറ്റിസ്ഫൈസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എക്സ് സ്ക്വയർ വൈ, ഓപ്ഷൻ ബി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഓപ്ഷൻ സി കോസ് എക്സ്, ഓപ്ഷൻ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻസ് ലാപ്ലേസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. അതോടുകൂടി നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഓപ്ഷനിൽ let us say for example let's try let phi is equal to x square y എന്ന് വിചാരിക്കും. Okay, now our continuity equation is, I mean our Laplace equation is, okay, Laplace equation is dou square phi divided by dou x square plus dou square phi divided by dou y square which is equal to 0. ഇവിടെ ആക്ച്വലി ഒരു ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ചെയ്ത് നോക്കി കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി നമ്മുടെ ആൻസർ ആയിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിന്റെ കാരണം നമുക്ക് എന്തായാലും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലസ് സൈൻ ആണ്, ഈ ലാപ്ലേസ് ഇക്വേഷനിലും എല്ലാത്തിലും പ്ലസ് സൈൻ ആണ്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് എന്ത് വരില്ല, ഒരു 0 എന്നുള്ളൊരു ടേം വരാൻ യാതൊരു സാധ്യതയില്ല. ഓക്കെ, കാരണം 2x ആണ്. 2x ഇപ്പോ നമ്മളിപ്പോ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x എന്നുള്ള ടേം വരും. അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും, 2 എന്നുള്ള ടേം അവിടെ ബാക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് ഓപ്ഷൻ ഡി എന്താവില്ല, നമുക്ക് ചെയ്യാൻ നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് അതിന് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ഫോർ ഓപ്ഷൻ എ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ. നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡോ 5 ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, 2x എന്നുള്ളതായി. നൗ ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയും 2 ആയിട്ട് മാറി. ഓക്കെ, നൗ ഇവിടെ ഓൾറെഡി 2 എന്നുള്ളൊരു ടേം വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി 2 എന്നുള്ള ടേം വന്ന് നിൽക്കുന്നതുകൊണ്ട് അതൊരിക്കലും എന്താവില്ല, ഇനി അത് 0 ആയിട്ട് മാറാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇതും നമുക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇനി ഓപ്ഷൻ ബി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് us say ഡോ 5 ബൈ ഡോ എക്സ് എത്രയാണ്, അവിടെ 2x എന്ന് നമുക്ക് കിട്ടും. 2x നമുക്ക് കിട്ടും. നൗ ഡോ 5 ബൈ സോറി ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, നമുക്ക് 2 എന്ന് കിട്ടി. ഓക്കെ, നൗ ഡോ 5 ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, നെഗറ്റീവ് 2y എന്ന് നമുക്ക് കിട്ടി. കാരണം ഇവിടെ നെഗറ്റീവിന്റെ സ്ഥാനം നമുക്ക് കാണുന്നുണ്ട്. ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായി, അത് അഗെയിൻ നെഗറ്റീവ് 2 ആയിട്ട് മാറി. നൗ ഡോ സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ഇത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് അവർ ആൻസർ ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സിക്കും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാവുന്നതാണ്. നമുക്ക് അതിൽ നിന്നും മനസ്സിലാവും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നൗ അവർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ,
the magnitude of the component of velocity at point 11 for a stream function psi is equal to x square minus y square is. Okay. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫ്ലോനെറ്റ് എന്നുള്ള ഒരു പോർഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അവിടെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ട്രീം ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചാടി കയറി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ എ ബി സി ഡിയിൽ എന്തുണ്ട്, 2√2, 4√2 എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. പക്ഷെ ചില പ്രത്യേക വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഈ ഒരു സ്ട്രീം ഫംഗ്ഷൻ തന്നെ ആക്ച്വലി എന്തായിരിക്കും, അത് ലാപ്ലേസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യാത്തതായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷനോ ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇക്വേഷൻ ലാപ്ലേസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ ഇത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിയുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എങ്കിലും മറ്റു ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ആ ഗിവൺ ഫംഗ്ഷൻ ഏതാണോ അതിനെ നമ്മൾ ലാപ്ലേസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നൗ ഇവിടെ നോക്കുക കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ വെലോസിറ്റി സ്ട്രീം ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്, ഫൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നൗ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് എടുക്കാം 2x എന്നെടുക്കാം. ഓക്കെ, നൗ നെഗറ്റീവ് u ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ y ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2y. നമുക്കിവിടെ മൈനസ് ഓഫ് മൈനസ് നമുക്കിവിടെ എന്താക്കി മാറ്റാം, പോസിറ്റീവ് ആക്കി മാറ്റാം. ഓക്കെ, ഇവിടെ മൈനസ് ഓഫ് മൈനസ് വന്നതുകൊണ്ടാണ് അത് പോസിറ്റീവ് ആയത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നൗ നമ്മുടെ ലൊക്കേഷൻ എന്താണ്, ലൊക്കേഷൻ 1,1 എന്നുള്ളതാണ് ലൊക്കേഷൻ. അപ്പൊ ഈ 1,1 ഇത് എക്സും ഇത് വൈയും ആണ് നമുക്കറിയാമല്ലോ. നൗ അപ്പൊ v ഈസ് ഈക്വൽ ടു എന്തായി, 2 into 1 ഈക്വൽ ടു 2, u ഈസ് ഈക്വൽ ടു 2 into 1 which is equal to 2. Now our velocity is equal to square root of v square plus u square which is equal to square root of 2 square plus 2 square which is equal to 2√2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 2√2. അപ്പോൾ 2√2 ഏതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, correct option is option B, which is 2√2. In a forced vortex motion, the velocity of flow is directly proportional to its radial distance from axis of rotation, inversely proportional to its radial distance from axis of rotation, inversely proportional to the square of its radial distance from the axis of rotation, directly proportional to the square of its radial distance from the axis of rotation. നമുക്ക് വോർട്ടെക്സ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, വോർട്ടെക്സ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഇൻ എ closed circuit. Okay, the fluid is flowing in a closed circuit. എന്നുള്ളതാണ് നമുക്ക് വോർട്ടെക്സ് മോഷന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി ഇതേ രീതിയിലുണ്ട്. ഓക്കെ, ഒന്നാണ് നമുക്ക് ഫോഴ്സ്ഡ് വോർട്ടെക്സ്, മറ്റൊന്നാണ് നമുക്ക് ഫ്രീ വോർട്ടെക്സ്. ഓക്കെ, ഫോഴ്സ്ഡ് വോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്തുകൊണ്ട് നടത്തുന്ന ഫ്ലോ ആണ് ഫോഴ്സ്ഡ് വോർട്ടെക്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മിക്സർ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡർ, ഓക്കെ, ഇതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ, ഇതിന്റെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലോയിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക, ഫോഴ്സ്ഡ് വോർട്ടെക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫോഴ്സ്ഡ് വോർട്ടെക്സിൽ എപ്പോ നോക്കിയാലും വെലോസിറ്റി എന്ന് പറയുന്ന കമ്പോണന്റ്, അതിന്റെ റേഡിയൽ ഡിസ്റ്റൻസ് കൂടുന്തോറും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മിക്സിയിൽ അതിന്റെ ഫ്ലോ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലായാലും അതിന്റെ സെന്റർ അതിൽ നിന്ന് അതിന്റെ റേഡിയൽ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി നമുക്ക് ഇൻക്രീസ് ആയി വരുന്നത് കാണുവാൻ സാധിക്കും. ഓക്കെ, വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ റേഡിയൽ ഫ്രം ദ സെന്റർ, ഓക്കെ, ഓർ ഇൻ ദ റേഡിയൽ ഡിറക്ഷൻ. ഓക്കെ, അതേസമയം ഒരു ഫ്രീ വോർട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്രീ വോർട്ടെക്സ് മീൻസ് ഒരു ബാത്ത് ടബിലെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള നമ്മുടെ വാട്ടർ സിങ്കിലേക്ക് വെള്ളം കടന്നു പോകുമ്പോൾ അതൊരു ചുഴിയായിട്ട് ഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് നമുക്ക് ഫ്രീ വോർട്ടെക്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഫ്രീ വോർട്ടെക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഹയസ്റ്റ് വെലോസിറ്റി ഉണ്ടാവുക സെൻട്രലായിരിക്കും. ഓക്കെ, അത് പുറത്തേക്ക് പോകുന്തോറും അതിന്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് ഫ്രീ വോർട്ടെക്സ് ഉള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ്ഡ് വോർട്ടെക്സിനെ കുറിച്ചാണ്. നമുക്ക് പറയാം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇൻ സ്റ്റഡി ഫ്ലോ ഓഫ് എ ലിക്വിഡ് ദ ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് എനി ഫ്ലൂയിഡ് പാർട്ടിക്കിൾ can be zero, is never zero, is always zero, is independent of the coordinates. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് പെട്ടെന്ന് സ്റ്റഡി ഫ്ലോ കാണുമ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു ഫ്ലോ ആണ് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോ അവിടെ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ആക്സലറേഷൻ സീറോ ആണ്. അപ്പോൾ ഈസ് ഓൾവേസ് സീറോ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പെട്ടെന്ന് മനസ്സെത്താനുള്ള ഒരു ചാൻസ് നമുക്ക് അവിടെയുണ്ട്. ഓക്കെ, നമുക്കിവിടെ നോക്കാം എന്താണ് ആക്ച്വലി നമ്മുടെ കമ്പോണന്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ടോട്ടൽ ആക്സിലറേഷൻ, ഓക്കെ, നമുക്ക് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ എക്സ് എ വൈ എ ഇസഡ് എന്നിങ്ങനെ 3 കമ്പോണൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലെറ്റ് ദാറ്റ് ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, ലെറ്റ് ദ ആക്സിലറേഷൻ, ഓക്കെ, ആൻഡ് ഞാൻ അതിൽ ഒരു കമ്പോണന്റ് എടുക്കുകയാണ്, എ എക്സ് എന്നുള്ള ഒരു കമ്പോണന്റ് എടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് എ വൈ എ ഇസഡ് എല്ലാം എഴുതാം. ഓക്കെ, നമുക്ക് ഇതില് ഡോ യു ബൈ ഡോ ടി പ്ലസ് യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസഡ് എന്നുള്ളതാണ് നമ്മുടെ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതില് ഈ ഡോ യു ബൈ ഡോ ടി എന്നുള്ള ടേം ആണ് നമ്മുടെ ലോക്കൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ അല്ലെങ്കിൽ ടെമ്പോറൽ ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയുന്ന ടെമ്പോറൽ ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു ടേം ആണ് നമ്മുടെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2 ടേംസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളിവിടെ 2 ടേംസ് കണ്ടു, അതായത് ഒന്ന് ലോക്കൽ ആക്സിലറേഷനും മറ്റൊന്ന് കൺവെക്റ്റീവ് ആക്സിലറേഷനും നമ്മൾ കണ്ടു അല്ലെ. സ്റ്റഡി ഫ്ലോയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ദർ ഇസ് ദ ഫ്ലോ പാരാമീറ്റേഴ്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ഫ്ലോയിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡോ യു ബൈ ഡോ ടി എന്ന ടേം എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ നമുക്കിവിടെ എന്ത് പറയാം? ഈ ടേം സീറോ ആണെന്ന് പറയാം. ഈ ടേം പൂർണ്ണമായിട്ട് സീറോ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോയിൽ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് കോർഡിനേറ്റ്സ് അവിടെ വെലോസിറ്റിക്ക് മാറ്റമുണ്ടെങ്കിൽ കുഴപ്പമില്ല. സോ ആക്സിലറേഷൻ അവിടെ അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ കൺവെക്റ്റീവ് ആക്സിലറേഷൻ അഥവാ ആ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് കോർഡിനേഷന്റെ ടേംസിലുള്ള ആക്സിലറേഷൻ അവിടെ ഇറ്റ് ക്യാൻ ബി സീറോ, ഇറ്റ് കനോട്ട് ബി, ഇറ്റ് നീഡ് നോട്ട് ബി സീറോ. ഓക്കെ, അപ്പോ സീറോ ആകുന്നതിനും കുഴപ്പമില്ല, ആകാതിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈസ് ഓൾവേസ് സീറോ എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഈസ് നെവർ സീറോ എന്നുള്ളത് നമുക്ക് കട്ട് കളയാം അല്ലെ. നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ എന്താ ബാക്കിയുള്ള ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോർഡിനേറ്റ്സ്, അതൊന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ത് മാത്രമാണ്? ഓപ്ഷൻ എ, ഇറ്റ് ക്യാൻ ബി, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി സീറോ എന്ന് വേണം നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട്. ഓക്കെ, ഫോർ എ സ്ഫിയർ ഓഫ് റേഡിയസ് 15 centimeter മൂവിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 2 meters per second through a liquid of specific gravity 0.9 and dynamic viscosity 0.8 points, the Reynolds number will be എന്നുള്ളതാണ് നമുക്ക് അതിനുള്ള ചോദ്യം. ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് വരേണ്ടത്. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം റെയ്നോൾഡ്സ് നമ്പർ എത്രയായിരിക്കും എന്നുള്ളതാണ്. റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ആർ ഇ ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്
റെയ്നോൾഡ്സ് നമ്പർ. നമുക്ക് ഒരുപാട് നമ്പേഴ്സ് തന്നെ പഠിക്കാനുണ്ട് അല്ലെ. റെയ്നോൾഡ്സ് നമ്പർ, ഫ്രൂട്ട് നമ്പർ, ഓയിലേഴ്സ് നമ്പർ, വെബർ നമ്പർ, മാക് നമ്പർ, പെസലറ്റ് നമ്പർ, അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ നമ്പറും ഏത് ഫോഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് നമ്പർ ഇറ്റ് ഡീൽസ് വിത്ത് ഗ്രാവിറ്റി ഫോഴ്സസ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ഡീൽസ് വിത്ത് വിസ്കോസിറ്റി റിലേറ്റഡ് ടേംസ്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡയാമീറ്റർ തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, എല്ലാ ആവശ്യമായിട്ടുള്ള ടേംസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഇവിടെ നമുക്കുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം 15 സെന്റിമീറ്ററിലാണ് റേഡിയസ്. അപ്പൊ സെന്റിമീറ്ററിലാണ് റേഡിയസ്. വെലോസിറ്റി മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ്. വിസ്കോസിറ്റി പോയിസിലാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, നമുക്ക് എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ മ്യൂ എന്നുള്ളത് 0.8 പോയിസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.08 ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നൗ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 0.9 ഇൻറ്റു നമുക്ക് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 900 കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, നൗ വെലോസിറ്റി ഇറ്റ്സ് ഗിവൺ ആസ് v is equal to 2 meters per second. Now നമുക്കിവിടെ റേഡിയസ് ആണ് തന്നിട്ടുള്ളത് 15 സെന്റിമീറ്റർ. നമുക്ക് ഡയാമീറ്റർ ആണ് നമുക്ക് ആവശ്യം. നമുക്ക് അതൊന്ന് 30 സെന്റിമീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 0.3 മീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്കിനി റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാം. റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു 900 into 2 into 0.30 all divided by 0.08 which is equal to 675. 675 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ 675 എന്നുള്ള ഓപ്ഷൻ നോക്കട്ടെ. ഓപ്ഷൻ ഡി നമുക്ക് 675 ആണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 675 ആണ്. ഓക്കെ, if x is the distance from leading edge, then the boundary layer thickness in laminar flow varies as x raised to 1 by 2, x raised to 4 by 5, x raised to 3 by 5 and x raised to 1 by 7. ഇത് കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തിയററ്റിക്കൽ ഇൻ ദ സെൻസ് നമുക്ക് ഇവിടെ ഒരു ഡെറിവേഷൻ അല്ല, ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ഒരു ബൗണ്ടറി ലെയർ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒരു മൂവിങ് ഫ്ലൂയിഡിൽ വെക്കുകയാണ്. ലെറ്റ് ദിസ് എഡ്ജ് ബി ലീഡിങ് എഡ്ജ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഒരു ഫ്ലൂയിഡ് പതിയെ ടച്ച് ചെയ്യുന്നു. അതിനുശേഷം അതൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലീഡിങ് എഡ്ജ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒരു ഫ്ലൂയിഡ് പതിയെ ഇങ്ങനെ ടച്ച് ചെയ്തു, അതിനുശേഷം അത് ട്രാൻസിഷനിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, ഒരു ടർബുലന്റ് റീജിയനിലേക്ക് കടന്നു. ഈ ഒരു തിയറിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഈ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ഡെൽറ്റയാണ് നമ്മുടെ ബൗണ്ടറി ലെയർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെയും വരെ ഇത് ലാമിനാർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഇത് നമ്മുടെ ട്രാൻസിഷൻ സോൺ ആണ്. ദിസ് ഈസ് അവർ ട്രാൻസിഷൻ സോൺ ആൻഡ് ദിസ് ഈസ് അവർ ടർബുലന്റ് സോൺ. ഈ ടർബുലന്റ് സോണിൽ തന്നെയാണ് നമുക്ക് ഈ പ്ലേറ്റിനോട് ചേർന്ന ഭാഗത്ത് നമുക്കൊരു ലാമിനാർ ആയിട്ടുള്ള സബ് ലെയർ കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ക്വസ്റ്റ്യൻസിൽ ട്രിക്കി ആയിട്ടുള്ള ചോദ്യം വരും. വേർ ഡസ് ലാമിനാർ സബ് ലെയർ എക്സിസ്റ്റ്? ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ടർബുലന്റ് റീജിയൻ. ഓക്കെ, കുട്ടികൾ പെട്ടെന്ന് പോകാറുണ്ട്. നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല, ഈ ഡെൽറ്റയുടെ വേരിയേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ലീഡിങ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്കിത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡെൽറ്റയുടെ ഇക്വേഷൻ ആണ് 5 into x divided by square root of REX. അതായത് REX stands for local Reynolds number. Okay, now that implies delta is equal to 5 into x divided by square root of rho vx by mu. Okay, ഇവിടെ ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ഇത്രയും ടേം നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം, തെറ്റൊന്നുമില്ല. നമുക്ക് എന്താ എഴുതാം? ഡെൽറ്റ ഈസ് ഈക്വൽ ടു
some constant k into x divided by square root of x. അപ്പോൾ ഇവർ ക്യാൻസൽ ആയി പോകും. ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വരും. Or we can write delta is equal to k into square root of x, or delta is proportional to square root of x. Hence our correct answer is x raised to 1 by 2. Okay. ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്ത് വെക്കുകയാണ്. ഇഫ് ഇൻ കേസ് ടർബുലന്റ് ആയിട്ടുള്ള ഫ്ലോ ആയിരുന്നു ലാമിനാറിന് പകരം എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റയുടെ ഇക്വേഷൻ delta equal to 0.37 into x divided by Reynolds number raised to 1 by 5 എന്നുള്ളതായിരിക്കും. Okay. Or Rx, our local Reynolds number 1 by 5 എന്നുള്ളതായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഡെൽറ്റ ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ് റേസ് ടു 4 by 5 എന്നുള്ള ഒരു ആൻസർ കൂടി നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കഴിയുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. The depth d below the free surface at which the point velocity is equal to the average velocity of flow for a uniform laminar flow with a free surface will be. Consider d as the depth of flow. 0.423 d, 0.577 d, 0.223 d and 0.707 d. ഇത് നമുക്കൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ ആണ് തന്നിരിക്കുന്നത്. മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ലാമിനാർ ഫ്ലോ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിന്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ വെലോസിറ്റി കൊടുക്കുകയാണ്, വൈ ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഡെപ്ത് ഡി ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ. ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് വി മാക്സ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് വി ഫ്രീ സർഫസ് വരുന്നത്. ഓക്കെ. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഓപ്പൺ ചാനൽ ഫ്ലോയിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാകുന്നത് ടോപ്പ് സർഫസിലല്ല, അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. ഓക്കെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എവിടെയാണ് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. ആക്ച്വലി ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു മെനി കണ്ടീഷൻസ്. ഒരുപാട് കണ്ടീഷൻസ് അതിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള വാല്യൂ, അതായത് ദ ഡെപ്ത് അറ്റ് വിച്ച് ഇഫ് സപ്പോസ് ലെറ്റ് ദിസ് ബി വി ആവറേജ്. ഓക്കെ. ഈ ഒരു ഡെപ്തിലുള്ള ഫ്ലോ വെലോസിറ്റി എന്താണോ ആ ഫ്ലോ വെലോസിറ്റിയെ നമ്മൾ ആവറേജ് വെലോസിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡെപ്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. d is equal to 0.577 d, and we can say that velocity at this point d is equal to average velocity of the flow. Option B ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. ഇതൊരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഓക്കെ. ഇതില് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോയിന്റുകൾ ഈ ഒരു ഡിസ്കഷനിൽ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഫ്രീ സർഫസിലല്ല മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക, നമുക്ക് തൊട്ട് താഴെയുള്ള ഒരു പോയിന്റിലായിരിക്കും നമുക്ക് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. ഫസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പൊതുവെ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്ലൂയിഡിന്റെ ഫ്ലോ കാരണം അതിന്റെ തൊട്ട് ഫ്ലോയ്ക്ക് മുകളിൽ എന്തുണ്ടായിരിക്കും, എയർ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം കൊണ്ടാണ് അറ്റ് ദ ഫ്രീ സർഫസിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാവാത്തത് എന്ന് നമ്മൾ പറയാറുണ്ട്. തെറ്റിദ്ധാരണയാണ് ആക്ച്വലി there is no relation, there is no such relation. Okay. അത് ഫ്ലൂയിഡിന്റെ ഫ്ലോ ആ ഒരു ചാനലിന്റെ ജിയോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ. അതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഇറ്റ്സ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം കൊണ്ടല്ല അവിടെ ഫ്രീ സർഫസിൽ മാക്സിമം വെലോസിറ്റി അച്ചീവ് ആവുന്നത്.